Election. 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 പാലക്കാട് ജില്ലയിൽ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പരിഹരിച്ച് നഷ്ടപ്പെട്ട ഇടതുകോട്ടകൾ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് CPM. UDF ആകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി നില മെച്ചപ്പെടുത്താനൊരുങ്ങുന്നു. പാലക്കാട് നഗരസഭ പിടിക്കാൻ BJPയും കച്ചുകെട്ടി ഇറങ്ങുമ്പോൾ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം സംസ്ഥാന ശ്രദ്ധയാകർഷിക്കുന്നു. കഴിഞ്ഞ തവണ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് അനുകൂലമായൊരു സ്ഥിതി ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ പാർട്ടിയിലെ അകത്തുണ്ടായിരുന്ന ചില്ലറ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരുന്നില്ല. ഈ രണ്ട് കാരണങ്ങളാലാണ് കുറേ ഉറച്ച പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ഈ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും രാഷ്ട്രീയമായി വളരെ അനുകൂലമായൊരു സ്ഥിതിയാണ് കേരളത്തിൽ പൊതുവിൽ വളർന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംഘടനാപരമായ പ്രശ്നങ്ങളാകെ പരിഹരിച്ച് വളരെ ഐക്യത്തോടും യോജിപ്പോടും കൂടി കൂടുതൽ കെട്ടുറപ്പോടുകൂടി പാർട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ജില്ലാ പഞ്ചായത്ത് സംവിധാനം തുടങ്ങിയതിന് ശേഷം CPM ചരിത്രത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2010 2005 2000 നടന്ന തെരഞ്ഞെടുപ്പുകളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 2010 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ CPMഉം പ്രത്യേകിച്ച് ഇടതുമുന്നണിയും പാലക്കാട് ജില്ലയിൽ വളരെ പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഒരു കാരണം അന്ന് സോഷ്യലിസ്റ്റ് ജനത കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ജനത ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് പോയ വർഷം തെരഞ്ഞെടുപ്പായിരുന്നു. രണ്ടാമത്തെ ഘടകം MR മുരളിയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഷൊർണൂരിലെ ഒരു വിഭാഗം മുഴുവൻ അവർ CPM വിട്ട് പുറത്തുപോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന്. ഇതിനും പുറമെ മറ്റു പല സ്ഥലങ്ങളിലേതുപോലെ പാലക്കാട് ജില്ലയിലും CPM ഉള്ളിൽ അവരുടെ വിഭാഗീയത പല പ്രദേശത്തും പല നിലയ്ക്കും അവരെ തളർത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന്. അതുമാത്രമല്ല CPIയും CPMഉം തമ്മിൽ ഉള്ള ബന്ധം, ആ ബന്ധത്തിനെ പോലും പല സ്ഥലത്തും പല നിലയ്ക്കും ബാധിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു പ്രസ്തുത വർഷത്തിൽ. രണ്ടായിരത്തഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 91 ഗ്രാമപഞ്ചായത്തുകളിൽ 20 മാത്രമായിരുന്നു UDF ഭരണം. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12ഉം ഇടതുമുന്നണിക്കൊപ്പം നിന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും മൃഗീയ ഭൂരിപക്ഷമായിരുന്നു LDFന്. എന്നാൽ 2010 തെരഞ്ഞെടുപ്പിന്റെ പാലക്കാടൻ കാറ്റ് UDFനെ തുണച്ചു. അതിന് പ്രധാന കാരണം അന്ന് അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി ഏറ്റവും നേളിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിക്കാൻ ഇടയായി. ഏതാണ്ട് പകുതിയോളം പഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളിൽ 4 മുനിസിപ്പാലിറ്റിയും അന്ന് UDFന് ഭരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ടായി. ഇടതുമുന്നണി ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്ന പല പഞ്ചായത്തുകളും UDF നേടി. ഫലം വന്നപ്പോൾ 44 ഗ്രാമപഞ്ചായത്തുകളിൽ UDFഉം 47 ഗ്രാമപഞ്ചായത്തുകളിൽ LDFഉം ഭരണതലപ്പത്ത്. പിന്നീട് മുന്നണി അനൈക്യം കാരണം UDF ഭരണമുള്ള പഞ്ചായത്തുകൾ 41 കുറഞ്ഞു. LDF ഭരണം 50 പഞ്ചായത്തുകളിലേക്ക് ഉയർന്നു. 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ 9 LDF ആണ്. 2010 4 നഗരസഭകളുടെയും ഭരണം UDF നേടിയെങ്കിലും പിന്നീട് ഷൊർണൂർ, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റികൾ നഷ്ടമായി. പാലക്കാട് നഗരസഭയും ചിറ്റൂരുമാണ് UDFന് കീഴിൽ. കോൺഗ്രസും മുസ്ലിം ലീഗും CPM വിട്ട് വിമത നേതാവ് MR മുരളി രൂപീകരിച്ച ജനാധിപത്യ വികസന സമിതിയും ഒന്നിച്ചു നിന്നപ്പോഴായിരുന്നു ഷൊർണൂരിൽ CPMന് അടിപതറിയത്. പിന്നീട് മുരളിയും കൂട്ടരും CPMലേക്ക് തിരിച്ചെത്തി. ഭരണം LDF തിരിച്ചുപിടിച്ചു. CPMൽ വിമത പ്രവർത്തനം സജീവമായിരുന്ന ഒറ്റപ്പാലം നഗരസഭാ ഭരണവും പിന്നീട് LDFന് ലഭിച്ചു. മുനിസിപ്പാലിറ്റിയുടെ സ്ഥിതി ഇതാണ്. മുനിസിപ്പാലിറ്റി ഷൊർണൂർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതല്ല. JVS എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടി
ആ പ്രാദേശിക പാർട്ടിയുമായി ഉണ്ടാക്കിയ ഒരു കരാർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തെറ്റിപ്പിരിഞ്ഞവരായിരുന്നു. ഒപ്പം അധികാരം പങ്കിടുക എന്നതായിരുന്നു തീരുമാനമെടുത്തത്. അവരുടെ ഊഴം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അധികാരത്തിൽ തുടരാൻ അവർ ഞങ്ങളോട് അതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് അപ്രായോഗികമാണെന്നും സാധ്യമല്ലെന്നുമുള്ള വിവരം കോൺഗ്രസ് പാർട്ടി അറിയിച്ചപ്പോഴാണ് അവരെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് അന്നത്തെ ആ ഭരണം ഷൊർണൂർ നഷ്ടപ്പെട്ടത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടല്ല, ഷൊർണൂരിലും അത് തന്നെയായിരുന്നു സ്ഥിതി. CPM-നകത്തൊരു ഒരു വിമത വിഭാഗം കോൺഗ്രസിനും UDF-നും പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് അവിടെ അധികാരം ലഭിച്ചത്. ഒറ്റയ്ക്ക് അവിടെ UDF-ന് അധികാരം ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അധികാരം ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ട് ഏതെങ്കിലും പഞ്ചായത്തോ നഗരസഭകളോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരേ ഒരു പഞ്ചായത്താണ് ആ തരത്തിൽ കോൺഗ്രസിനകത്തെ അനൈക്യം കൊണ്ട് അധികാരം നഷ്ടപ്പെട്ടത്. കേവലം ജില്ലയിൽ ഒരേ ഒരു പഞ്ചായത്താണ്, അത് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്താണ്. ഇത്തവണ ഏറെക്കുറെ ഒറ്റക്കെട്ടായാണ് ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CPM വിട്ട പലരും പാർട്ടിയിലേക്ക് തിരിച്ചെത്തി. കെ കൃഷ്ണൻകുട്ടിയും പാർട്ടിയും മുന്നണിയിലേക്ക് വന്നത് LDF-ന് ഗുണം ചെയ്യും. കഴിഞ്ഞ 2010 തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ അല്പം പരസ്പര മത്സരങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു. പിന്നെ ചില വിഭാഗീയത പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് പാർട്ടിക്ക് ഇടതുപക്ഷ മുന്നണിക്ക് കുറച്ച് പ്രയാസങ്ങൾ നേരിട്ട ഒരു സന്ദർഭമായിരുന്നു. അതെല്ലാം പരിഹരിച്ച് കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ ഐക്യത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവർ പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെയും സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനം അനുസരിച്ചുള്ള നല്ല ഇടപെടൽ ഈ ജില്ലയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വ്യക്തികളെന്ന നിലയിൽ ധാരാളം പേര് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ശിവരാമനെ പോലെ ഉള്ളവർ തിരിച്ചു വന്നു. ഗ്രൂപ്പുകളെന്ന നിലയിൽ ഒന്നിച്ചു പോയി വേറെ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ച MR മുരളിയും കൂടെയുള്ളവരും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ നിരവധി പ്രദേശങ്ങളിൽ ഇപ്പോൾ പഞ്ചായത്തുകൾ എടുത്തു നോക്കിയാൽ 10, 50, 20, 30 ഒക്കെ പ്രവർത്തകർ വ്യത്യസ്ത കാരണങ്ങളാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മാറി നിന്നവരെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്നത് മാത്രമല്ല, ആ വരുന്നതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് നിന്നിരുന്ന വിഭാഗീയത പൂർണ്ണമായും അവസാനിക്കുക എന്നത് ആണ് പാർട്ടിക്ക് മുന്നേറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന സന്ദേശം പൊതുവിൽ വരികയാണ്. ചിറ്റൂർ മേഖലയിൽ പ്രാദേശികമായി നിലനിന്നിരുന്ന CPM ജനതാദള തർക്കം ഒരു തരത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും മുന്നണി ഒറ്റക്കെട്ടാണെന്നും കൃഷ്ണൻകുട്ടി പറയുന്നു. സീറ്റ് വിതരണം വളരെ സുഗമമായി തീർന്നു. ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഒരു പാർട്ടി പോലെയുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തോടുകൂടി എല്ലാ ബൂത്ത് തല കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും ഇപ്പോഴത്തോടുകൂടി പ്ലാൻ ചെയ്ത് അതിൻ്റെ വർക്കുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ തന്നെ ഇല്ല. LDF-മായി വളരെ യോജിച്ചിട്ടാണ്. ഒന്നല്ലേപ്പള്ളി ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രശ്നം അവസാനിച്ച് വളരെ യോജിപ്പോട് കൂടിയിട്ടാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മെല്ലെപ്പോക്കിലായിരുന്നു UDF. വിമത പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് ജില്ലാ നേതൃത്വം പറയുന്നു. കോട്ടയപ്പാടം പോലുള്ള പഞ്ചായത്തുകളിൽ ലീഗിനുള്ളിലും റിബലുകളുണ്ട്. കഴിഞ്ഞ തവണത്തെ അനുകൂല ഘടകങ്ങൾ അത്രയൊന്നും ഇത്തവണ ഇല്ല എന്ന് UDF നേതൃത്വത്തിന് നിശ്ചയമുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും വിലയിരുത്തേണ്ടത് UDF-നുള്ളിലെ ഒരു കാലത്തും വിഭാഗീയ പ്രശ്നങ്ങളില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ഇത്തവണ അത് അല്ലാന്ന് മാത്രമല്ല, ഓരോ ദിവസവും തോറും നമുക്കറിയാം മുസ്ലിം ലീഗിൽ നിന്ന് വിഭാഗീയ പ്രവർത്തനം നടത്തിയതിന് പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയും മറ്റൊന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും 2 വനിതാ നേതാക്കന്മാരാണ്. ജില്ലാ നിലവാരത്തിൽ അറിയപ്പെടുന്ന 2 നേതാക്കന്മാർ റിബലായും മത്സരരംഗത്തുണ്ടായിരുന്നു. അതിൽ ശ്രീമതി രമണിബായ് ടീച്ചർ മത്സരരംഗത്ത് പിന്മാറി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി ജില്ലാ ഡിവിഷണൽ സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുണ്ട്. അവരുടെ പേരിൽ ഇന്ന് നടപടിയെടുക്കുകയാണ്. നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന പത്ര റിലീസിനകം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലൊക്കെ
അവിടെ പ്രാദേശികമായ ചില കോൺഗ്രസ്സുകാർ, ബൂത്ത് പ്രസിഡന്റ്, ബൂത്ത് സെക്രട്ടറി തുടങ്ങിയ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ചിലരൊക്കെ ഏതാണ്ട് 20-ൽ താഴെ വാർഡുകളിൽ അത്തരം പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകന്മാർ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമായിരുന്നു LDFന്റേത്. 91 ഗ്രാമപഞ്ചായത്തുകളിൽ 70ഇടത്തും LDFന് മുൻതൂക്കമായിരുന്നു. 3 നഗരസഭകളിലും അവർ മേധാവിത്വം സ്ഥാപിച്ചു. 27 പഞ്ചായത്തുകളിൽ 50%-ലേറെ വോട്ട് കിട്ടി. എന്നാൽ ഈ പ്രവണത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്ന് UDF കണക്കുകൂട്ടുന്നു. അത് ഇത്തവണ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊന്നും അത് ഒരു തരത്തിലും ബാധിക്കില്ല. UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. 2015 ത്രിതല തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ നഗരസഭകളുടെ എണ്ണം 4-ൽ നിന്നും 7 ആകും. ചെർപ്പുളശ്ശേരി, മണ്ണാർക്കാട്, പട്ടാമ്പി എന്നിവയാണ് പുതുതായി രൂപീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 1 കൂടും. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 4 നഗരസഭകളൊന്ന് UDFൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. UDFന് പൂർണ്ണ 2 നഗരസഭകൾ ചിറ്റൂരും പാലക്കാടും. പക്ഷേ ഒറ്റപ്പാലത്തും ഷൊർണൂരിൽ MR മുരളി നേതൃത്വത്തിലുള്ള CPM വിമതരുടെ കൂടി സഹായത്തോടു കൂടിയാണ് UDF അവിടെ അധികാരത്തിൽ വന്നത്. ആ നഗരസഭ MR മുരളി CPMൽ തിരിച്ചു പോയതോടുകൂടി അവിടെ UDFന് ഭരണം നഷ്ടപ്പെട്ടു. 4 നഗരസഭകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMനെതിരായിട്ട് UDFന് അനുകൂലമായിട്ടാണ് വന്നത്. ഇത്തവണ 7 നഗരസഭകൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ചെർപ്പശ്ശേരി, പട്ടാമ്പിയും അതുപോലെ മണ്ണാർക്കാടും. അതിൽ മണ്ണാർക്കാടും പട്ടാമ്പിയും പഞ്ചായത്തുകൾ ഭരിക്കുന്ന മണ്ണാർക്കാട് പട്ടാമ്പി പഞ്ചായത്തും മണ്ണാർക്കാട് പഞ്ചായത്തുമാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റികളായിട്ട് രൂപാന്തരപ്പെട്ടത്. ഈ 2 പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് UDF തന്നെയാണ്. ചെർപ്പശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. പക്ഷേ ചെർപ്പശ്ശേരി ഇത്തവണ മുനിസിപ്പാലിറ്റി UDF പിടിക്കുന്നത് തന്നെയാണ്. അവിടെ 100% ആത്മവിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കും. ഞാൻ ഇന്നലെ കൂടി ചെർപ്പശ്ശേരി പോയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന നഗരസഭകളിലൊന്നാണ് പാലക്കാട്. BJPക്ക് ഏറെ സ്വാധീനമുള്ള നഗരസഭയിൽ ത്രികോണ മത്സരമാണ്. മുൻ MLA-മാരെ LDF മത്സരരംഗത്തിറക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 52-അംഗ കൗൺസിലിൽ 15 പ്രതിനിധികളുമായി മുഖ്യ പ്രതിപക്ഷത്താണ് BJP. ഇടതുമുന്നണിയുടെ അംഗബലം 9-ഉം. BJP പിന്തുണയോടെ 3 SNDP പ്രതിനിധികൾ മത്സരിക്കുന്നുണ്ട്. ഇടതുപക്ഷം ഇവിടെ അപ്രസക്ത. CPMന് യാതൊരു വിധത്തിലുള്ള CPM മത്സരരംഗം തന്നെയില്ല. അവർ മത്സരിക്കുന്ന സീറ്റുകളിൽ ഭൂരിഭാഗവും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് CPMന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവരുടെ മുൻ MLA-മാർ പോലെയുള്ള ആളുകളെ അവരുടെ ഉറച്ച സീറ്റുകളിൽ അവർ മത്സരിപ്പിക്കുന്നത്. അവർക്ക് മത്സരിച്ച് പിടിക്കേണ്ട സീറ്റുകളിൽ അവർ മത്സരിപ്പിക്കുന്നില്ല. അതിൽ തന്നെ അവർക്ക് ആത്മവിശ്വാസമില്ലാതെ ഉറച്ച സീറ്റുകൾ പോലും MLA-മാരടക്കമുള്ള ആളുകളെ മത്സരിച്ചാലേ വിജയിക്കുള്ളൂ എന്നുള്ള സ്ഥിതിയിലാണ് CPMൻ്റെ ഇവിടുത്തെ നില. ഞങ്ങളും കോൺഗ്രസും തമ്മിലാണ് മത്സരം. CPM അപ്രസക്ത. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം UDFും BJPയും ഇടതുപക്ഷമൊക്കെ വേറിട്ടാണ് മത്സരിച്ചതെങ്കിൽ പോലും ചില ഡിവിഷനുകളിൽ UDFും BJPയും തമ്മിൽ അന്ന് ധാരണയുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതിന് ശേഷം ആ ധാരണ പ്രകടമായി പുറത്തു വന്നു. ഭരണത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും BJPയും UDFും തമ്മിൽ പരസ്പര ധാരണയിൽ തന്നെയാണ് പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ UDFന് ഭരിക്കാൻ കഴിയുമായിരുന്നില്ല BJPയുടെ പിന്തുണയില്ലെങ്കിൽ. BJPയുടെ നേതാവാണല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത്. BJPയുടെ എല്ലാ പിന്തുണയും അവർക്കുണ്ട്. എല്ലാ കാര്യങ്ങളിലും BJPയും കോൺഗ്രസും ഒന്നിച്ചു നിന്നാണ് തീരുമാനങ്ങളെടുത്ത് പോകുന്നത്. പലപ്പോഴും അതിനെ എതിർത്തത് നഗരസഭയിലെ അംഗസംഖ്യയിൽ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. BJPക്ക് അവർ പറയുന്നത് പോലെയുള്ള ഒരു വളർച്ചയൊന്നും പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. ചെറിയ രീതിയിലുള്ള ഇന്ത്യ രാജ്യത്ത് അധികാരം ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ഒരു ആവേശം, ആ ആവേശം ഇവിടെ പ്രതിഫലിക്കുന്നു എന്നൊഴിച്ചാൽ അവരുടെ ജനകീയ അടിത്തറയൊന്നും പാലക്കാട് നഗരസഭയിൽ വളർന്നിട്ടില്ല. പിന്നെ പാലക്കാട് നഗരസഭയുടെ ചരിത്രം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു നിർണായകമായ ശക്തിയും കൗൺസിലർമാരും എല്ലാ കാലഘട്ടത്തിലും വിജയിച്ചു വന്ന ഒരു നഗരസഭയാണ് പാലക്കാട്. ഇന്ന് മാത്രമല്ല, ഈ നഗരസഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എത്രയോ വർഷങ്ങളായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ അവരൊരു നിർണായക ശക്തിയായി പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നു എന്നൊരു സത്യമാണ്. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാർട്ടിയും മുന്നണിയും UDF ആണ്. LDFനോടൊപ്പം ഒരു മത്സരം ഈ നഗരസഭയിൽ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. വെൽഫെയർ പാർട്ടിയും ജില്ലയിൽ ചിലയിടങ്ങളിൽ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. നിലവിലെ മുനിസിപ്പാലിറ്റിയിലെ ഭരണകക്ഷിയുടെ തെറ്റായ ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാരണമാണ് BJP ഇപ്പോൾ അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ BJP ഒരു ഓപ്ഷനല്ല. പാലക്കാട് നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ അജണ്ടയിലില്ല.
മറിച്ച് ഇരു മുന്നണികളിലുമുള്ള നിരാശരായ ഒരു വിഭാഗമാണ് അത്തരത്തിൽ ചിന്തിക്കുന്നത്. അത് വലിയ അളവിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ മാത്രമാണ് അവർക്ക് സ്വാധീനമുള്ളത്. കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ദുരന്തങ്ങളിലൊന്നായിരുന്നു അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ. ഇതേ തുടർന്ന് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളാണ് മേഖലയിലേക്ക് ഒഴുകിയെത്തിയത്. എന്നാൽ ഇവ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ ത്രിതല ഭരണ സംവിധാനങ്ങൾ പൂർണ്ണ പരാജയമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അഗളി, പുതൂർ, ഷോളയൂർ പഞ്ചായത്തുകൾ UDF ആണ് ഭരിക്കുന്നത്. വകയിരുത്തിയ ഫണ്ടുകൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തുകളും വലിയ വീഴ്ച വരുത്തിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 3 പഞ്ചായത്തുകളും അടങ്കൽ തുകയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ഓരോ വർഷവും ചെലവഴിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മിക്കവാറും ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ് അവർ നടപ്പാക്കേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള അലംഭാവവും വീഴ്ചയുമാണ് ഉണ്ടായിട്ടുള്ളത്. 2012 മുതൽ 15 വരെ പുതൂർ പഞ്ചായത്തിൽ മാത്രം 30ഓളം ആദിവാസി കുഞ്ഞുങ്ങൾ മരിച്ചു. അംഗൻവാടികളിലൂടെയുള്ള പോഷക വിതരണമായിരുന്നു ഇതിനു തടയിടാൻ മേഖലയിൽ ആവിഷ്കരിച്ച പ്രധാന പദ്ധതി. 2012-13 കാലയളവിൽ ഇതിനായി TSP ഫണ്ട്, പ്രത്യേക ഗ്രാന്റുകൾ, സംസ്ഥാന വിഹിതം എന്നിവയിലൂടെ 46,30,900 രൂപ അനുവദിച്ചു. എന്നാൽ ചെലവാക്കിയത് 26,78,658 രൂപ മാത്രം. അത് പുഴാണ് അരിയിൽ മുഴുവനും. അത് ഇനിയും കിടക്കാണ്, കോഴിക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് വെച്ചിരിക്കുക. അങ്ങനെയൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ പാലമുട്ട പിന്നെ കുറെ ദിവസം കിട്ടിയില്ല കുട്ടികൾക്ക്. ഇപ്പൊ 1 മാസമായി കുട്ടികൾക്ക് കൊടുത്തിട്ട്. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രം. ശിശുമരണങ്ങളെ തുടർന്ന് ലഭിച്ച ഫണ്ടുകളും പ്രഖ്യാപിച്ച പദ്ധതികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ അഗളി, ഷോളയൂർ പഞ്ചായത്തുകളും പിന്നോക്കം പോയി. കാലാകാലങ്ങളായിട്ട് അട്ടപ്പാടിയിൽ സംഭവിക്കുന്നത് എന്താ? ഫണ്ടിന് അവിടെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഫണ്ടിന് ഉണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിൽ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഒരു പാർട്ടിയും അവിടെ ഉണ്ടായിട്ടില്ല. പഞ്ചായത്തുകളും പരാജയമാണ് എന്ന് പറയേണ്ടി വരും. അട്ടപ്പാടിയിൽ ആദിവാസി കുട്ടികളുടെ നവജാത ശിശുക്കളുടെ മരണം ഉണ്ടായല്ലോ. നമുക്ക് പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ വിഷയമാണ്. അതും അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം വിതരണത്തിൽ അപാകത, ചികിത്സ നൽകുന്നതിലുള്ള വീഴ്ച, തൊഴിൽ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ. അല്ല, അതിൽ 1-ാം നമ്പർ കുറ്റവാളി പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. കാരണം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ 20 വർഷമായി CPM നിയന്ത്രണത്തിൽ, 95 മുതൽ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM നിയന്ത്രണത്തിലാണ്. കാരണം ഈ വർഷം തന്നെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ കമ്പോണൻറ്റ് പദ്ധതിയായിട്ട് പട്ടികജാതി വികസനത്തിന് വേണ്ടി 28.80 ലക്ഷത്തോളം രൂപ ഈ വർഷം മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു ഉറുപ്പിക വരെ ചെലവഴിക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട് പാലക്കാട് അതിർത്തി മേഖലയിലെ 3 പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന ജനകീയ കൂട്ടായ്മ ഇത്തവണ 2 മുന്നണികൾക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കുടിവെള്ള പ്രശ്നം ഉയർത്തിക്കാട്ടി മത്സരിക്കുന്ന കൂട്ടായ്മ വടകരപ്പതി, എരുത്തേമ്പതി, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തുകളിലെ ഫലത്തെയാകും നിർണയിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ഓളം നോട്ടാ വോട്ടുകളാണ് ഈ മേഖലയിൽ നിന്നും രേഖപ്പെടുത്തിയത്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരമുള്ള വെള്ളം എത്തിക്കുന്നതിൽ ഇരു മുന്നണികളും വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജനകീയ കൂട്ടായ്മയായ RBC ഇത്തവണ മത്സരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു, ഇവർക്ക് ആർക്കും നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് നോട്ടയിൽ വോട്ട് ചെയ്തു. അത് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് കൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനി ഞങ്ങളുടെ വോട്ട് വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് അന്ന് കൊടുത്തത്. പക്ഷേ അതിനുശേഷം പല ഘട്ടങ്ങളായിട്ട് ഈ പ്രദേശത്തിലുള്ളവർ കമ്മിറ്റിയായിട്ടും ജനങ്ങളായിട്ടും എല്ലാം ഗവൺമെൻറ്റും ജനപ്രതിനിധിയെ സമീപിച്ചിട്ടും ഈ കാര്യം ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോയില്ല. നിലവിൽ 3 പഞ്ചായത്തുകളുടെയും ഭരണം UDF-നാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും 3 പഞ്ചായത്തുകളിലെ 20 വാർഡുകളിലേക്കും ഇവർ മത്സരിക്കുന്നുണ്ട്. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ, കിഴക്കൻ മേഖലയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ, നെല്ലു സംഭരണത്തിലെ പാളിച്ചകൾ ഉൾപ്പെടെയുള്ള കാർഷിക പ്രശ്നങ്ങൾ, കഞ്ചിക്കോട്ടെ വ്യവസായ മേഖലയിലെ തകർച്ച, പഞ്ചായത്തുകളിലെ ക്വാറി പരിസ്ഥിതി പ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാർ നിലപാടുകൾ, വർഗീയ ഫാസിസ്റ്റ് വിഷയങ്ങൾ ഇവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പരീക്ഷണം എന്ന നിലയ്ക്ക് ഇരു മുന്നണികൾക്കും നിർണായകമാണ് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്.